നവംബർ 18 അക്ഷയ ദിനം. 2002 രാജ്യത്തിന് തന്നെ മാതൃകയായി മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം തുടക്കം കുറിച്ച സംസ്ഥാന സർക്കാരിന്റെ അക്ഷയ പദ്ധതി രാജ്യത്തെ ഗവേണൻസ് മേഖലയിൽ കേരളത്തെ മുൻനിരയിലെത്തിച്ചുകൊണ്ട് ജനസേവനത്തിന്റെ വിജയകരമായ 18 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ ഭൂപടത്തിൽ നിരവധി സവിശേഷതകളോടെ കേരളം അടയാളപ്പെടുത്തപ്പെട്ടതിന്റെ 18ാം വാർഷികമാണ് നവംബർ 18. ഒരു വീട്ടിൽ ഒരാളെയെങ്കിലും കമ്പ്യൂട്ടർ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2002 മലപ്പുറത്ത് ആരംഭിച്ച അക്ഷയ 2020 എത്തി നിൽക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനതയെയും ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് എത്തിച്ചു എന്നത് മാത്രമല്ല, അവരുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് രാജ്യത്തിനാകെ മാതൃകയാകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിവരസാങ്കേതിക മേഖലയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഉണ്ടായിരിക്കരുതെന്ന ലക്ഷ്യം നാം സാക്ഷാത്കരിച്ചു കഴിഞ്ഞു. അവരുടെ ജീവിതം സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമമാണിപ്പോൾ നടന്നുവരുന്നത്. ഡിജിറ്റൽ മേഖലയുടെ പൊതുധാരയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നതിൽ സുപ്രധാന പങ്കാണ് അക്ഷയ വഹിച്ചു വരുന്നത്. സേവനങ്ങൾ പടിവാതിൽക്കൽ എന്ന സങ്കല്പത്തിൽ നിന്നും സേവനങ്ങൾ വിരൽത്തുമ്പിലെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് നാം വളർന്നു വന്നത്. ഏതൊരു സമൂഹത്തിനും സർക്കാർ സംവിധാനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് അത് വിജയകരമായി മാറുന്നത്. കേരളത്തിൽ അക്ഷയ വഴി ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. 2002 അക്ഷയ പ്രൊജക്റ്റ് ആദ്യമായി മലപ്പുറം ജില്ലയിൽ ആരംഭിക്കുന്നത്. ഇന്ന് അക്ഷയ 18 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. സാധാരണ ജനങ്ങൾക്കിടയിലെ സേവനങ്ങൾ നൽകിക്കൊണ്ടാണ് അക്ഷയ ഇന്ന് ഈ പേരും പ്രശസ്തിയും ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നതുപോലെ തന്നെ നിരവധിയായ ഗവൺമെൻറ് ഫ്രണ്ട് ഓഫീസ് വർക്കുകളാണ് അക്ഷയ ഏറ്റെടുത്ത് നടത്തുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആധാർ എൻറോൾമെൻറ്റ് കേരളത്തിൽ നടത്തിയിരിക്കുന്നത് അക്ഷയ വഴിയാണ്. അതുപോലെ തന്നെ വില്ലേജ്, താലൂക്ക് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ വിവിധ സേവനങ്ങൾ, ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ, അങ്ങനെ നിരവധി സേവനങ്ങൾ അക്ഷയ പ്രൊജക്റ്റിലൂടെ നടപ്പിലാക്കുന്നു. ഈ ഡിസ്ട്രിക്റ്റ് വഴി മാത്രം 5 കോടിയിലധികം സർട്ടിഫിക്കറ്റുകളാണ് നാം ഇതിനകം വിതരണം ചെയ്ത് കഴിഞ്ഞത്. എല്ലാ സർക്കാർ വകുപ്പുകളും പൂർണ്ണമായും ഡിജിറ്റലൈസേഷനിലേക്ക് നീങ്ങുന്ന പ്രക്രിയ അതിവേഗം പൂർത്തിയായി വരികയാണ്. ഡിജിറ്റൽ ഡിവൈസ് ഇല്ലാതാക്കുന്നതിലൂടെ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള അന്തരവും കുറഞ്ഞു വരും. ന്യൂസ് ബ്യൂറോ, പിലാത്ര.